പ്ലാനൊക്കെ നല്ല കാര്യം. പക്ഷെ അന്ന് ആ നിശ്ചയം മുടക്കാൻ നോക്കിയതുപോലെ ആവരുത്. അറിയാലോ, അന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് പോലും സദ്യ കൊണ്ടിട്ട് ഇവിടുന്ന് പോയത്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സർവ്വ അംഗം ചൊറിഞ്ഞു വന്നതാ. അതിലൊരു കറുത്ത പോലീസുകാരനില്ലായിരുന്നോ? അയാള് 4 പ്രാവശ്യം അടപ്പായസം കുടിച്ചത്. ദുഷ്ടൻ. അയ്യോ, നിന്നെ ഞാൻ റെഡിയല്ലേ? അഖിലാൻ ടീച്ചറും പരിവാരങ്ങളും വരുന്നുണ്ട്. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ നിൽക്ക്. ഇന്നൊരുത്തിയെ കെട്ടിയെടുക്കുന്നില്ലേ, അവളെ സന്തോഷത്തോടെ വരവേൽക്കാൻ നിൽക്കുന്ന പോലെ നമുക്കും അഭിനയിച്ചേ പറ്റൂ. ആ ചേച്ചി, ഓക്കെ, ഇന്ന് ഈ അസംബിൾ ചെയ്യുന്നതിന്റെ റീസൺ ഞാൻ തന്നെ പൊളിക്കാൻ പോവാ. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു സമ്മാനം ആനന്ദിന് തരാന്ന് ആന്റി പറഞ്ഞിരുന്നില്ലേ? ആ വാക്ക് ആന്റി ഇപ്പോ ഇതാ പാലിക്കാൻ പോകുന്നു. തൃച്ചംബരത്തെ മിസ്റ്റർ ആനന്ദ് കൃഷ്ണന്റെ ഫിയാൻസി മിസ് പ്രിയങ്ക വർമ്മയാണ് ആ വിലമതിക്കാനാവാത്ത ഗിഫ്റ്റ്. And she'll be here within no time. യെസ്, ഷാർപ്പ് 7 o'clock. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ ആനന്ദിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ മഹാലക്ഷ്മി ഇപ്പോ ആ വാതിലിലൂടെ വലതുകാൽ വെച്ച് കയറി വരും. എല്ലാവർക്കും കാണാം. ബ്രോ, ഏട്ടത്തി വരാൻ പോകുന്നെന്ന്. നിക്കവിടെ. എന്താ ഇത്? എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് കയറി വന്നേ? എന്താ കാര്യം? മാഡം, അത് മതി. തൃച്ചംബരത്തെ മൂത്ത മരുമകള് വലതുകാല് വെച്ച് ഈ വീട്ടിൽ കയറേണ്ട സമയം ഇത്. ഒരു കാര്യമില്ലാതെ ഇപ്പൊ ഈ നിമിഷം തന്നെ ഇവളെയും കൂട്ടിക്കൊണ്ട് ദാസേട്ടൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. അത് പിന്നെ മാഡം, ഇന്ന് ഇവിടെ കല്യാണമല്ലേ? എന്റെ കാല് തൊട്ട് തൊഴാൻ വന്നപ്പോ ആദ്യം എന്റേതല്ല, മാഡത്തിന് ഈ സാറിന്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാനാണ് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഒന്നും അറിഞ്ഞ് മനഃപൂർവ്വം ചെയ്തതല്ല. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ, ശരി ശരി, എനിക്കാ തെറ്റിയത്. ആനന്ദിന്റെ ബർത്ത്ഡേയുടെ സന്തോഷത്തിൽ കുറച്ചു നേരത്തേക്ക് ഇന്ന് കല്യാണിയുടെ കല്യാണമാണെന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. മാഡം, എനിക്ക് എല്ലാ ഭാഗ്യങ്ങളും തന്നത് മാഡമാ. ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങാതെ എനിക്ക് കല്യാണ മണ്ഡപത്തിലേക്ക് പോകാനാവില്ല. അതാ ഞാൻ. ശരി, നല്ല ദിവസമായിട്ട് കരയണ്ട.
കണ്ണീര് തുടയ്ക്കും. ചെല്ലുമോളെ, ചെന്ന് സാറിന്റെ മാഡത്തിന്റെ കാല് തൊട്ട് അനുഗ്രഹമായി ചെല്ല്. God bless. നന്നായിരിക്കട്ടെ. ജീവിതകാലം മുഴുവൻ മാഡത്തിന് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ പാചകം ചെയ്തെന്ന് ഒരു പാചകക്കാരിയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ മാഡം തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കുക. ഈ കടങ്ങളൊക്കെ ഇനി ഒരു ജന്മത്തിലും എനിക്ക് വീട്ടാനാവില്ല. അതോർക്കുമ്പോ കല്യാണി, നിന്റെ നല്ല മനസ്സിന് ദൈവം നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരും. ഇപ്പോ ഇനി വേണ്ടത് രാജീവിന്റെ വീട്ടിൽ നീ കുടുംബനാഥയായി തല ഉയർത്തി നിൽക്കണം. ഒരിക്കലും നിന്റെ തല കുനിയാനിടയാക്കരുത്. അതിന് സർവേശ്വരൻ നിന്നെ സഹായിക്കും. ചെല്ല, ഞങ്ങൾക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചെല്ല്. ആന്റി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. Morning. Many happy returns of the day. Thank you. ബർത്ത്ഡേക്ക് എന്റെ വക ഒരു സ്മോൾ ഗിഫ്റ്റാ. പ്ലീസ്. വാങ്ങിച്ചോളൂ. കല്യാണി, ആനന്ദിന്റെ ബർത്ത്ഡേയുടെ അന്നാണ് നിന്റെ കല്യാണം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിനക്കുള്ള എന്റെ ഒരു ചെറിയ ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. വാങ്ങിക്കാം. വലിയ കുഞ്ഞ് കല്യാണം കഴിക്കുന്ന ആളിനെ കാണുന്ന തന്നെ ഭാഗ്യ. അപ്പോ ഇങ്ങനൊരു ഗിഫ്റ്റ് കൂടി ആ കയ്യിൽ നിന്ന് കിട്ടുകയെന്ന് വെച്ചാ അതൊരു മഹാഭാഗ്യായിട്ടാ ഞാൻ കാണണേ.
ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഒരുപാട് സന്തോഷം. ആന്റി, ആ കല്യാണം കഴിച്ച് പോകാൻ ഒരുങ്ങുന്ന കല്യാണിക്ക് ഞാൻ കുറച്ച് അഡ്വൈസ് കൊടുത്താലോ? ആ ഇഫ് യു ഡോണ്ട് മൈൻഡ്. പിന്നെന്താ, കല്യാണിക്ക് ഉപദേശം കേൾക്കാൻ തന്നെ വലിയ ഇഷ്ടം. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു. ബാ. കല്യാണി, വെറും ഒരു പാചകക്കാരിയായി നീ വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയതിനു കാരണം ഇവിടെ ഉള്ളവരുടെ വലിയ മനസ്സാ. തൃച്ചംബരം നിനക്ക് തന്ന വലിയൊരു സൗജന്യമാണ് നിന്റെ ആ പദവി. അതെപ്പോഴും ഓർമ്മ വേണം നിനക്ക്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ആർക്കും ആവാം. പക്ഷേ അതൊരിക്കലും നമ്മുടെ നില മറന്നാവരുത്. നീ ഒരു വില്ലേജ് ഗേൾ ആയതുകൊണ്ട് നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താൻ നിൽക്കാവൂന്ന് സാരം. പറഞ്ഞത് നിനക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിന്റെ പ്രായത്തിലുള്ള പെണ്ണിന്റെ മനസ്സിൽ കടലോളം മോഹം കടന്നു വരും. പക്ഷേ മനസ്സിൽ ആഗ്രഹിച്ചത് കിട്ടണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. മഹാഭാഗ്യം. അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിതം കിട്ടണമെങ്കിൽ അതിനൊരു തലവര വേണമെന്നും പറയും. നല്ല തെളിഞ്ഞ തലവര. മനസ്സിലായല്ലോ അല്ലേ? ഇനി ലാസ്റ്റ് അഡ്വൈസ്. ഹിമാലയത്തോളം ഉയരത്തിലെത്തിയാലും അഖിലാന്റിയെ സന്തോഷത്തോടെ കാണണമെന്നേ നീ ആഗ്രഹിക്കാവൂ. ആ കണ്ണ് നിറയുന്നത് കാണാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. മനസ്സിലായല്ലോ? മോഹിച്ചാൽ നിന്റെ അസ്തമനോ അസ്തമനം. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി നീങ്ങിയ നിന്റെ ജീവിതം തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ പറയില്ല. നീ അനുഭവിച്ചാ മതി നേരിട്ട്. സോറി ആന്റി, ഞാൻ കല്യാണിയോട് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഹേയ്, കല്യാണം കഴിഞ്ഞു പോകാനൊരുങ്ങുന്ന പെണ്ണിന് എന്ത് ഉപദേശമാണോ നമ്മൾ കൊടുത്തുവിടാനുള്ളത് അത് നീ കൃത്യമായിട്ട് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു. ഗുഡ്. ആ ദാസേട്ടാ, ഓ കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യും. ശരി മാഡം. വാ മോളെ, പോവാം. ആ എല്ലാരും വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ മോളെ. നന്ദന വാ. ആന്റി, എല്ലാരും പോയി. ആന്റി മാത്രം എന്താ ഈ ആലോചിക്കുന്നേ? എടി, ആ പ്രിയങ്കയില്ലേ, അവളെ കാണുന്ന പോലൊന്നും അല്ല. നമ്മൾ അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. വാഗൊണ്ട് അവളാ പറഞ്ഞത് വാക്കുകളാണെങ്കിലും അതിൽ മുഴുവൻ വിഷം. കല്യാണിയെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും കൊല്ലുന്ന വിഷം. സൂക്ഷിക്കണം.
നമസ്കാരം. 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 അല്പം താമസിച്ചാണെങ്കിലും എത്തിയല്ലേ? വരൂ. ഇളയച്ചന് ഒരു ദിവസമെങ്കിലും തൃച്ചംബരത്ത് തങ്ങണമായിരുന്നു. മക്കൾക്ക് കാണാൻ പറ്റില്ലെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. എനിക്കും അവിടെ ഒരു ദിവസം തങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ മനസ്സനുവാദം നൽകിയില്ല. ജ്യേഷ്ഠന്റെ ഉത്തരീയം കരിഞ്ഞ മണം അവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോ അനർത്ഥങ്ങളും ദുരന്തത്തിന്റെ ഓരോ മുന്നറിയിപ്പുകളാണ്. ഞാൻ പറയാതെ തന്നെ അറിയാലോ, അടുത്ത കാലത്തായി ഒരുപാട് അനർത്ഥങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഓർത്തു നോക്ക്, ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടോന്ന്. ഇളയച്ചൻ പറഞ്ഞു വരുന്നത് ഇപ്പോ ശിവരാമൻ മനസ്സിൽ എന്തുദ്ദേശിച്ചോ അത് തന്നെ. ആ വീട് അതെ, ആ വീട് ചില പ്രശ്നമുണ്ടെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനീ സംസാരിക്കുന്നത്. നിങ്ങൾ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അരവിന്ദന്റെ കാര്യത്തിൽ സംഭവിച്ചത് ആനന്ദിന്റെ കാര്യത്തിൽ സംഭവിച്ചെന്ന് വരും. എന്റെ ഈശ്വര, എന്ന് പറഞ്ഞ ഉടൻ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകണമെന്നാണോ ഇളയച്ചൻ പറയുന്നത്? എന്നല്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ഒരു ഹോമം നടത്തി ശ്രീചക്രം സ്ഥാപിച്ച് പൂജയും ചെയ്തു വേണം ആ വീട്ടിൽ കയറാൻ. ആദിപരാശക്തിയായ ലളിതാംബികയാണ് ശ്രീചക്രത്തിൽ വസിക്കുന്നത്. ദശമഹാവിദ്യയായ ത്രിപുരസുന്ദരിയുടെ സ്ഥൂല രൂപം. ചരിത്രത്തിൽ ശ്രീചക്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പണ്ട് എല്ലാ രാജ്യങ്ങളും പിടിച്ചടക്കി വന്നിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് കായംകുളം രാജ്യം പിടിച്ചടക്കാൻ പറ്റിയില്ല. കാരണം അന്വേഷിച്ച് രാമയ്യൻ ദളവയെ വേഷപ്രച്ഛനാക്കി കായംകുളത്തേക്ക് അയച്ചു. അപ്പോൾ കായംകുളം രാജാവിന്റെ തേവാരപ്പുരയിൽ സർവ്വലക്ഷണങ്ങളുമൊത്ത ഒരു ശ്രീചക്രം ഇരിക്കുന്നു. അതവിടെ ഇരിക്കുന്ന കാലത്തോളം ആ രാജ്യത്തിനും രാജവംശത്തിനും നാശം സംഭവിക്കില്ലെന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ ദളവയെക്കൊണ്ട് ശ്രീചക്രം മോഷ്ടിപ്പിച്ചതിന് ശേഷമാണ് കായംകുളം പിടിച്ചെടുത്തതെന്നാണ് പറയുന്നത്. ഏതായാലും അധികം താമസിയാതെ തൃച്ചംബരത്ത് ശ്രീചക്രം സ്ഥാപിച്ച് പൂജ ചെയ്യണം. അതിനാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓഫീസിനടുത്ത് ഞങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഉടൻ അങ്ങോട്ട് മാറിയിട്ട് തിരുച്ചമ്പരത്ത് ശ്രീചക്രം സ്ഥാപിച്ച് പൂജ നടത്തിയിട്ട് തിരികെ കയറിയാലോ? അതെ, അത് പോരെ ഇളയച്ച? അതായാലും മതി. നോക്കൂ, നീ ഞാനീ പറയുന്നത് കേട്ട് പാനിക്കായി മാറ്റിലും പിടിക്കലൊന്നും വേണ്ട. എന്നാൽ ഇപ്പോഴത്തെ വീട്ടിൽ ശ്രീചക്ര പൂജ നടത്താൻ ഇന്നു മുതൽ 1000 നാഴിക കടക്കുകയും വരുത്. പൂജ എന്നെ അറിയിക്കണം, ഞാൻ വരും. അടുത്ത മാസം 12-ന് ശേഷം. നാളെ കൈലാസയാത്രയാണ്. 12-നേ മടങ്ങൂ. എന്താ, നടക്കില്ലേ? നടക്കൂ ഇളയച്ച, ഞങ്ങൾ ഉടൻ വേണ്ടത് ചെയ്തോളാം. ചെയ്തോളാമെന്നല്ല, ചെയ്യണമെന്നാണ് എന്റെ ശാഠ്യം. നിങ്ങൾ എന്റെ രക്തബന്ധത്തിലായതുകൊണ്ടാണ് ശാഠ്യമെന്ന് പറയുന്നത്. ദീർഘയാത്ര നടത്തി ഇവിടെ വന്ന് വെറുതെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതും അതുകൊണ്ടാണ്. കാരണം ഞങ്ങളെപ്പോലുള്ളവർ മനക്കണ്ണിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. അതെല്ലാം തന്നെ എല്ലായ്പ്പോഴും വായു തുറന്നു പറയാൻ ഇഷ്ടപ്പെടാറുമില്ല. വരികൾക്കിടയിൽ വായിക്കുക. തൽക്കാലം അത്രേ പറയാനുള്ളൂ. നല്ലത് നടക്കട്ടെ. നടക്കും. കൃഷ്ണേട്ടോ,